ജീവിതത്തിലെ ദുഃഖങ്ങളെ ഓർത്ത് നമ്മൾ വിഷമിച്ചിരുന്നത് കൊണ്ട് ഒന്നും മാറാൻ പോകുന്നില്ല. എന്നാൽ ഏതവസ്ഥയും തരണം ചെയ്യാനുള്ള മനസ്സോടുകൂടി ധൈര്യത്തോടെ മുന്നോട്ടിറങ്ങിയാൽ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. സന്തോഷമായി ജീവിക്കുക എന്നതാണ് പ്രധാനം. അത് മറ്റുള്ളവരെ അറിയിക്കണമെന്ന് നിർബന്ധമില്ല. എല്ലാവരും നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരല്ല എന്ന കാര്യം ഓർമ്മ വേണം. ആഗ്രഹിക്കാം, പക്ഷേ കിട്ടണമെന്ന് വാശി പിടിക്കരുത്. ആരെയും സ്നേഹിക്കാം, പക്ഷേ തിരിച്ചും അവർ സ്നേഹിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. കരയാം, നമ്മുടെ സങ്കടങ്ങൾ തീരുവാൻ വേണ്ടി മാത്രം, പക്ഷേ മറ്റുള്ളവരെ സങ്കടപ്പെടുത്തരുത്. ചിരിക്കാം നമുക്ക് സന്തോഷമുണ്ടാകുമ്പോൾ, പക്ഷേ മറ്റുള്ളവരുടെ വീഴ്ചയിൽ സന്തോഷിക്കരുത്. സന്തോഷം എന്നത് ആരും വാങ്ങിത്തരുന്ന ഒന്നല്ല, നമ്മൾ നേടിയെടുക്കേണ്ടതാണ്. അനുഭവത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് പെരുമാറ്റത്തിലൂടെ, സ്നേഹത്തിലൂടെ, കരുണയിലൂടെ അത് നേടിയെടുക്കുക. ഉത്തമ മനുഷ്യൻ്റെ നാക്ക് ഹൃദയത്തിന് പിന്നിൽ ആയിരിക്കും. അവൻ ആദ്യം ചിന്തിക്കും, പിന്നീട് സംസാരിക്കും. അധർമ്മകാരിയുടെ നാക്ക് ഹൃദയത്തിൻ്റെ മുന്നിലായിരിക്കും. അവൻ ചിന്തിക്കാതെ സംസാരിക്കുകയും പിന്നീടുള്ള ഭവിഷ്യത്തുകൾ അനുഭവിക്കുകയും ചെയ്യും. ഒരു വാക്കിൽ ആശ്വാസം തരുന്നവർ, ഒരു പുഞ്ചിരിയിൽ വേദന അകറ്റുന്നവർ, ഒറ്റപ്പെടലുകളിൽ ചേർത്ത് നിർത്തുന്നവർ, ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹം തരുന്നവർ, അങ്ങനെയുള്ളവരെ ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക. ഒരിക്കൽ അകന്നുപോയ മനസ്സ് പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല എന്നത് ഒരു സത്യം തന്നെയാണ്. അത് മനസ്സിലാക്കിയാലും ചില മനസ്സുകൾക്ക് പിരിഞ്ഞു പോകാൻ സാധിക്കില്ല എന്നതും വേദനിപ്പിക്കുന്ന ഒരു സത്യം തന്നെയാണ്. ബന്ധങ്ങളിൽ പിരിയുക എന്നത് വളരെയേറെ വേദനയുണ്ടാക്കുന്നു. എന്നാൽ ഒരു പരിഗണനയും നൽകാതെ, ഒരു വിലയും നൽകാതെ ജീവിക്കുന്നവരുമായുള്ള ബന്ധം വേർപെടുത്തുക എന്നത് നിങ്ങളുടെ വിജയമാണ്. അതൊരിക്കലും ഒരു നഷ്ടമല്ല. വിലപ്പെട്ട സമ്മാനങ്ങളെക്കാൾ വിലപിടിപ്പുള്ളതാണ് ഒരു നല്ല വാക്ക്. സമ്മാനങ്ങൾ നൽകുന്ന സന്തോഷം ഒരു നിമിഷം മാത്രമേ നിലനിൽക്കൂ. എന്നാൽ ഒരു നല്ല വാക്കിന് ജീവിതകാലം മുഴുവൻ സന്തോഷം നൽകാൻ കഴിയും. നമുക്ക് മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് എന്നുള്ള സത്യം ഉൾക്കൊള്ളുക. കൊടുങ്കാറ്റിൻ്റെ നടുവിൽ നല്ലതേ വരുമെന്ന് ചിന്തിക്കുക. മനസ്സിനെ എപ്പോഴും ശാന്തമാക്കി വയ്ക്കുക. ഇപ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്നത് എന്തുമാവട്ടെ, ഒരു ദിവസം അതും കടന്നു പോകും. ക്ഷമയോടെ കാത്തിരുന്നാൽ തീർച്ചയായും ഒരു ദിവസം മനസ്സും ശരീരവും സമാധാനത്തിൽ എത്തിച്ചേരും. ചുറ്റും നോക്കിയാൽ മുന്നോട്ട് പോകാനാവില്ല. കുറ്റപ്പെടുത്തലുകളും ഉണ്ടാകും. നേരെ മാത്രം നോക്കുക. ലക്ഷ്യം എവിടെയാണ്, നമ്മൾ കാണുന്ന സ്വപ്നങ്ങളും അവിടെ തന്നെയാണ്. ഒരാളുടെ ജീവിതത്തിലെ വിജയം അളക്കേണ്ടത് എത്രത്തോളം ഉയരത്തിലെത്തിയെന്ന് നോക്കിയല്ല, മറിച്ച് എത്രത്തോളം പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ട് ഉയരങ്ങളിൽ എത്തിയെന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. ഇതുപോലെ ആക്കിയെടുക്കുവാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല. ജീവിതവും സമയവും മുന്നോട്ടല്ലാതെ ഒരിക്കലും പിറകോട്ട് പോകില്ല. പഴയതുപോലെ ആക്കുവാൻ വേണ്ടി സമയം കളയാതെ പുതിയതുമായി പൊരുത്തപ്പെടുക. ജീവിതം എപ്പോഴും സങ്കീർണമായിരിക്കും. അതിനാൽ കാര്യങ്ങൾ എളുപ്പമായി തീരുന്നതുവരെ നമ്മൾ കാത്തിരിക്കരുത്. എല്ലാം ശരിയായ ശേഷം സന്തോഷിക്കാൻ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല. നിങ്ങൾ പൂർണ്ണമായും തകർന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് പുഞ്ചിരിക്കാൻ കഴിയുമെങ്കിൽ ആർക്കും നിങ്ങളെ തകർക്കാൻ കഴിയില്ല. ആർക്കെങ്കിലും വേദന നൽകുന്നതിന് മുമ്പ് അത് നിങ്ങളിലേക്ക് തിരികെ വരുമെന്ന് തീർച്ചയായും ചിന്തിക്കുക. കാരണം ഒന്നിനും കണക്ക് ചോദിക്കാതെ കാലം കടന്നു പോയിട്ടില്ല. ജീവിതത്തിൽ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും മാറിക്കൊണ്ടേയിരിക്കും. മാറ്റങ്ങൾക്കിടയിലും മാറാതിരിക്കേണ്ടത് നമ്മുടെ മനസ്സാണ്. മാറ്റി നിർത്താതെ നോക്കേണ്ടത് മനസ്സറിഞ്ഞ് നമ്മളെ സ്നേഹിച്ചവരെയാണ്. നല്ല ആഴത്തിൽ സ്നേഹിക്കുന്ന രണ്ടു പേർക്കിടയിൽ പിണക്കങ്ങൾക്കൊന്നും അധികം ആയുസ്സില്ല. അവിടെ ആരും ജയിക്കാറുമില്ല, തോൽക്കാറുമില്ല. അവർ പരസ്പരം സ്നേഹിക്കുക മാത്രമാണ് ചെയ്യുന്നത്. സ്നേഹമുള്ളിടത്തെ പരിഭവവും വഴക്കും ഉണ്ടാകാറുള്ളൂ. മനസ്സൊന്ന് പിടയുമ്പോൾ സങ്കടങ്ങൾ പറഞ്ഞ് കരയണമെന്ന് തോന്നിയാൽ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചില മുഖങ്ങളുണ്ടാവും. അങ്ങനെയുണ്ടെങ്കിൽ ഓർക്കുക, അവരായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവർ. ഏറ്റവും വില കൂടിയ സമ്പത്ത് ജ്ഞാനമാണ്. ഏറ്റവും ശക്തമായ ആയുധം ക്ഷമയാണ്. ഏറ്റവും നല്ല സുരക്ഷ വിശ്വാസമാണ്. ഏറ്റവും ഫലപ്രദമായ ടോണിക് ചിരിയാണ്. അതിശയകരമെന്ന് പറയട്ടെ, എല്ലാം സൗജന്യമാണ്. എത്ര വലിയ തിരക്കുകൾക്കിടയിലും ഒരു പുഞ്ചിരിയെങ്കിലും സൂക്ഷിക്കുക, നൽകുക. തളരാത്ത പ്രത്യാശകൾക്ക് മുന്നിൽ തകരാത്ത പ്രതിബന്ധങ്ങളില്ല. പ്രതിസന്ധികളും പരാജയങ്ങളും നമ്മുടെ ആത്മവീര്യത്തെ തകർക്കുമ്പോൾ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഉറച്ച പ്രത്യാശ നമ്മിൽ ഉണ്ടാകണം. ഒരു മനുഷ്യന് സംസാരിക്കാൻ പഠിക്കാൻ 2 വയസ്സ് മതി. എന്നാൽ എന്ത് സംസാരിക്കണമെന്ന് പഠിക്കാൻ ഒരായുസ്സ് മുഴുവൻ വേണ്ടിവരും.
നിങ്ങളുടെ പരിമിതികൾ കണ്ടെത്താൻ ഒരിക്കലും നിങ്ങൾക്ക് സാധിക്കില്ല. നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ എന്തും നേടാൻ ശക്തമായ മനസ്സും ശരീരവും നിങ്ങൾക്കുണ്ട്. പരിധി എന്നൊന്നില്ല എന്നതുപോലെ മുന്നോട്ട് പോവുക. വിശ്വസിച്ചാൽ നിശബ്ദതയെപ്പോലും മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ വിശ്വാസമില്ലെങ്കിൽ ഓരോ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടും. വിശ്വാസമെന്നത് ബന്ധങ്ങളുടെ ആത്മാവാണ്. നമ്മുടെ കൂടെ ചിരിച്ചവരും കരഞ്ഞവരും അവസാനം വരെ കൂടെ കാണണമെന്നില്ല. എന്നാൽ സന്തോഷങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ ഓർമ്മകൾ എന്നും നമുക്ക് കൂട്ടിനുണ്ടാവും. എത്ര തന്നെ പരസ്പരം അടുത്താലും അറിഞ്ഞാലും ഒരു പരിധിക്കപ്പുറം അവരിലേക്കൊരു ചോദ്യമോ സംശയമോ ഉന്നയിക്കാൻ നമുക്ക് അർഹതയില്ല എന്നും അവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ പരിമിതിയുണ്ടെന്നും ആദ്യം നമ്മൾ തിരിച്ചറിയുക. സ്നേഹം അത് നമ്മൾ തേടി നടക്കുമ്പോഴല്ല, നമ്മളെ സ്നേഹിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് സാന്ത്വനവും കരുതലുമാണെന്ന് തിരിച്ചറിയുന്നത്. സ്നേഹം ചോദിച്ചു വാങ്ങേണ്ടതല്ല, അറിഞ്ഞു നൽകുന്ന സ്നേഹം അതിനോളം മേന്മ മറ്റെന്തിനുണ്ട്?